സെപ്റ്റംബർ 10 ടൊളന്റീനോയിലെ വിശുദ്ധ നിക്കോളാസ്. 1245 മുതൽ 1305 വരെ കാലഘട്ടം. ഇറ്റലിയിൽ ഫെർമോയ്ക്കു സമീപം സെൻറ്റ് ആഞ്ചലോയിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ 1245 നിക്കോളാസ് ജനിച്ചു. ദരിദ്രരായിരുന്നുവെങ്കിലും മാതാപിതാക്കന്മാർ ഭക്തരായിരുന്നു. ബാല്യത്തിലെ നിക്കോളാസ് പ്രാർത്ഥനാശീലനായിരുന്നു. മാത്രമല്ല, അതീവ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുകയും ചെയ്തിരുന്നു. ദരിദ്രരെ ബാലൻ ആർദ്രമായി സ്നേഹിച്ചിരുന്നു. വഴിയിൽ കാണുന്ന ദരിദ്രരെ വിളിച്ച് തനിക്ക് വച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കൊടുത്തിട്ടേ അവൻ കഴിച്ചിരുന്നുള്ളൂ. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവൻ ഉപവസിച്ചിരുന്നു. യൗവനത്തിലേക്ക് നീങ്ങിയപ്പോൾ തിങ്കളാഴ്ച കൂടി അവൻ ഉപവസിച്ചിരുന്നു. സാധാരണ യുവാക്കളിൽ കാണാറുള്ള ദുർവാസനകൾ അവനിൽ കണ്ടിരുന്നില്ല. സദ്ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും ഭക്തസംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിലും ദൈവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിലുമായിരുന്നു അവൻ്റെ ആനന്ദം. വിദ്യാഭ്യാസത്തിൽ പുരോഗമനം അതിശീഘ്രമായിരുന്നു. 18-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസികളുടെ ഗണത്തിൽ ചേർന്ന് നോവിഷ്യേറ്റ് പൂർത്തിയാക്കുകയും യഥാകാലം പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. ബലിപീഠത്തിൽ സെറാഫ് മാലാഖയെ പോലെയാണ് നിന്നിരുന്നത്. ദൈവസ്നേഹാഗ്നി മുഖത്ത് എരിഞ്ഞിരുന്നു. കുർബാനയുടെ സമയത്ത് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിരുന്നു. ഒരു വിശുദ്ധൻ്റെ കുർബാനയെന്ന വിചാരത്തോടെയാണ് ഭക്തജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുർബാന കണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ അവസാനത്തെ 30 വർഷം ടൊളന്റീനോയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം. അത് ആ നാട്ടുകാർക്ക് വളരെയേറെ ആത്മീയോപകാരം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. തദനുസാരം മാനസാന്തരവുമുണ്ടായിരുന്നു. കുമ്പസാരത്തിലായാലും വേദോപദേശ ക്ലാസ്സുകളിലായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഹൃദയം ഭേദിച്ചിരുന്നു. 1306 സെപ്റ്റംബർ 10 നിക്കോളാസ് നിര്യാതനായി. 1446 യൂജിൻ 4-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വചനം 1 തെസ്സലോനിക്ക 4-ാം-14 യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയിർപ്പിക്കും. വിചിന്തനം: നന്മരണം ആഗ്രഹിക്കുന്നെങ്കിൽ നീതിമാനായി ജീവിക്കുക. ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുന്നവർ ദുർഭഗരായി മരിച്ചിട്ടില്ല.